നമസ്കാരം. അൽ മുക്താദിറിനെതിരായ സാമ്പത്തിക തട്ടിപ്പിലെ പരാതികളിൽ കേസെടുക്കുമ്പോഴും മുതലാളിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് മടി. ഇതിനൊപ്പം കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും വിവരങ്ങളൊന്നും അറിയിക്കുന്നില്ല. ഇതോടെ കേസുകളുടെ എണ്ണം കുമിഞ്ഞു കൂടുമ്പോഴും സുഖവാസത്തിലാണ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം. മുൻകൂർ ജാമ്യത്തിന് പോലും ശ്രമിക്കുന്നില്ലെന്നാണ് ആരോപണം. കേസെടുക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ലെന്ന ഉറപ്പ് മുതലാളിക്ക് പോലീസ് നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. മുഖ്യധാര മാധ്യമങ്ങൾ വാർത്ത നൽകാത്തതും മുതലാളിക്ക് തുണയായി മാറുന്നുണ്ട്. അൽ മുക്താദിർ ജ്വല്ലറി സ്ഥാപനത്തിന്റെ മറവിൽ നടന്ന തട്ടിപ്പിന്റെ വ്യാപ്തി കോടികളാണ്. ഓരോ നിക്ഷേപകരിൽ നിന്നും നഷ്ടമായ തുകയുടെ മൊത്തം കണക്ക് പുറത്തു വന്നാൽ 15-ൽ പരം FIRകൾ മറുനാടന് മാത്രം ലഭിച്ചിട്ടുണ്ട്. ഇന്നലെയും 4ഓളം കേസുകൾ ഫോർട്ട് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും നിക്ഷേപകർക്കും 1 ലക്ഷത്തിൽ കുറയാതെ പണം നഷ്ടമായി. ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് സ്ഥാപനത്തിന്റെ മറവിൽ നടന്ന കോടികളുടെ തട്ടിപ്പിനെ കുറിച്ചാണ്. കണക്കുകൾ നോക്കുമ്പോൾ പാതിവില തട്ടിപ്പിനോളം സമാനമാണ് അൽ മുക്താദിറിന്റെ നിക്ഷേപ തട്ടിപ്പെന്നാണ് സൂചന. കേസ് ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിട്ടില്ല. ചെറിയ തുകകളുടെ തട്ടിപ്പിലും വേണമെങ്കിൽ EDക്ക് കേസെടുക്കാം, പക്ഷേ അത് അവരെ അറിയിക്കണം. 1 കോടിക്ക് മുകളിലെ സാമ്പത്തിക തട്ടിപ്പുകൾ മാത്രമേ EDയെ പോലീസ് സാധാരണ നിലയിൽ ഔദ്യോഗികമായി അറിയിക്കാറുള്ളൂ. അൽ മുക്താദിറിനെതിരെ പരാതികൾ കുമിഞ്ഞുകൂടുന്നത് പോലീസ് ഉന്നതർക്കും അറിയാം. ഈ സാഹചര്യത്തിൽ എല്ലാ പരാതിയും കൂട്ടിച്ചേർത്ത് ഒറ്റ കേസായി പോലീസിന് വേണമെങ്കിൽ അന്വേഷിക്കാം. അങ്ങനെ വന്നാൽ തട്ടിപ്പ് തുക കൂടും, EDയെ അറിയിക്കേണ്ടി വരും. ഇത് അൽ മുക്താദിറിനെ കുടുക്കിലാക്കും. ഇത് ഒഴിവാക്കാനാണ് ഓരോ പരാതിയിലും വെവ്വേറെ കേസെടുക്കുന്നത്. കേരള പോലീസിലെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ബഡ്സ് നിയമപ്രകാരം അൽ മുക്താദിറിനെതിരെ കേസെടുത്താൽ എല്ലാ അർത്ഥത്തിലും മുതലാളിപ്പെടും. നിക്ഷേപകർക്ക് പണം നൽകുമെന്ന് സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർ അവകാശപ്പെടുമ്പോഴും പല ബ്രാഞ്ചുകളും പൂട്ടിയ നിലയിലാണ്. സ്റ്റേഷനുകളിൽ അൽ മുക്താദിറിനെതിരെ പരാതി പ്രവാഹമാണ്. പരാതികൾ ഓരോ കേസായിട്ടാണ് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിൽ ഒരു ദിവസം മാത്രം 8ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ പരാതികൾ ഒരു കേസായി രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞാൽ നഷ്ടമായ തുകയുടെ വളരെ വലുതായിരിക്കും. മാത്രമല്ല, പല കേസുകളും ബഡ്സ് ആക്ട് നിയമത്തിലെ വകുപ്പുകൾ ചുമത്താതെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ കല്ലമ്പലം സ്റ്റേഷനിൽ മാത്രമാണ് ബഡ്സ് നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്. ഈ വാർത്ത മറുനാടനാണ് പുറത്തു കൊണ്ടുവന്നത്. എന്നാൽ പ്രതികളെ ഇപ്പോഴും പിടികൂടാനായിട്ടില്ല. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണമുണ്ടായാൽ സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാൻ സാധിക്കും. അതിനായി തട്ടിപ്പിനിരയായവരുടെ പരാതികൾ ഒരു കേസായി പോലീസ് രജിസ്റ്റർ ചെയ്യണം. നിക്ഷേപകർക്ക് നഷ്ടമായ തുക കണ്ടുകെട്ടി നൽകണമെങ്കിൽ ED കേസ് ഏറ്റെടുക്കേണ്ടി വരും. തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കിയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് ED ഏറ്റെടുത്തത്. അതേസമയം തക്കതായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നതിലും നടപടി സ്വീകരിക്കുന്നതിൽ പോലീസ് കാണിക്കുന്ന തണുപ്പൻ മട്ടും കേസിലെ തുടർ നടപടികളെ തന്നെ ബാധിച്ചേക്കാം. അതേസമയം ഇന്നലെയും തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ അൽ മുക്താദിറിനെതിരെ 4ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 11 മാസത്തേക്ക് സ്വർണവും പണവും നിക്ഷേപമായി സ്വീകരിച്ചായിരുന്നു തട്ടിപ്പ്. നിക്ഷേപിക്കുന്ന സ്വർണത്തിന് 15% അധിക സ്വർണം പണിക്കൂലി ഇല്ലാതെ നൽകാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ട് കരാറിൽ പറഞ്ഞിരുന്ന ലാഭവിഹിതമോ നിക്ഷേപ തുകയോ പരാതിക്കാർക്ക് ലഭിച്ചില്ല. ലക്ഷങ്ങളാണ് നിക്ഷേപകർക്ക് നഷ്ടമായത്. സ്ഥാപനത്തിന്റെ ഡയറക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമാണ് കേസിലെ മുഖ്യപ്രതി. എന്നാൽ കോടികളുടെ തട്ടിപ്പ് വാർത്ത പുറത്തുവരുമ്പോഴും പ്രതികൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അവർക്ക് സുഖവാസമാണ് വിധിക്കുന്നത്. പണം നഷ്ടപ്പെട്ട പാവങ്ങൾ മഴക്കാലത്തും തെരുവിൽ പ്രതിഷേധത്തിലാണ്. മറുനാടനല്ലാതെ ഒരു മാധ്യമവും ഇത് വാർത്തയായി പോലും നൽകുന്നുമില്ല.